ബിഗ് ബോസ് സീസൺ 6 വന്നൊരു പ്രത്യേകതയാണ് പവർ റൂം കൺസെപ്റ്റ്. പവർ റൂം എന്ന് പറയുന്നത് സീസൺ 5 വരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണ് സീസൺ 6 അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്. തുടക്കത്തിൽ തന്നെ ജനങ്ങൾക്ക്, കാണുന്ന പ്രേക്ഷകർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയായിരുന്നു ഈ പവർ റൂം എന്നുള്ളത്. ഈ കൺസെപ്റ്റ് വന്നതിന് ശേഷം അവിടെ ഗെയിം കളിക്കാനായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയണം. ഒരു ഗ്രൂപ്പായി നിന്ന് ഗെയിം കളിക്കാം എന്നല്ലാതെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ നേരിടണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നേയില്ല. അവിടെ സാധാരണ നമുക്കറിയാം സീസൺ 5 വരെ ഒരു ഗെയിംസ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്ത് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്ന ആ ഒരു ഗെയിം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളത് കാണാനായിട്ട് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്രൂപ്പായിട്ട് കാണുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ വരുന്നവർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ചിലപ്പോൾ അവർ ഗ്രൂപ്പിന് വേണ്ടി കളിക്കാം, ചിലപ്പോൾ ഗ്രൂപ്പിന് വേണ്ടിയല്ല കളിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പവർ റൂം എന്നുള്ള കൺസെപ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ലാലേട്ടൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പവർ ടീം എന്നുള്ള കാര്യം ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയും കൂടി പവർ ടീം എന്നുള്ളൊരു കാര്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ 1-2 ആഴ്ച കൂടി. അതിനുശേഷം അവിടെ തികച്ചും പണ്ടത്തെ ആ സീസൺ 5 വരെ എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. മത്സരാർത്ഥികൾ ഇൻഡിവിജ്വലായി നിന്ന് കളിക്കട്ടെ. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലായി ഇനി നിന്ന് കളിച്ചാൽ മാത്രമേ അവർക്ക് ആ ഫിനാലയിലേക്ക് എത്താനുള്ള ആ ഒരു കാര്യം റെഡിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായി നിന്ന് കളിക്കുന്ന സമയത്ത് അവിടെ പലരും ഇപ്പൊ സേഫ് ഗെയിമേഴ്സ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ഗെയിം കളിക്കാതെ പുറത്തു പോവേണ്ട മത്സരാർത്ഥികൾ, ഇവരൊക്കെ അവിടെ സേഫ് ആവാണ്. പ്രത്യേകിച്ച് പവർ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ പവർ റൂമിൽ കയറുന്നു. ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വിജയിച്ചുകൊണ്ട് അവിടെ പവർ റൂമിലേക്ക് കയറാനുള്ള ഭാഗ്യം കിട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് പവർ റൂമിൽ കയറി അവിടെ ഇരിക്കുന്നു. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ നോമിനേഷനിൽ വന്നിട്ട് ഔട്ടായി പോകേണ്ട സിറ്റുവേഷൻസ് വരുന്നു. എന്തായാലും ഈ ഒരാഴ്ച കൂടി പവർ റൂം കൺസെപ്റ്റ് നിലനിർത്താനാണ് ചാൻസ് കാണുന്നത്. പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അവിടെ നടന്ന് ഒരു ടീം പവർ റൂമിന് വേണ്ടി വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ഏറിപ്പോയ ഈ ആഴ്ചയോ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയോ, എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയോടുകൂടി ചിലപ്പോൾ നിൽക്കാം. എനിക്ക് തോന്നുന്നു ഇനി 1-2 ആഴ്ചയ്ക്കുള്ളിൽ പവർ റൂം എടുത്ത് മാറ്റിക്കൊണ്ട് ഇൻഡിവിജ്വലായി നിന്ന് ഗെയിം കളിച്ചുകൊണ്ട് അവർക്ക് അവിടെ ഫൈനൽ 5ലേക്ക് എത്താനുള്ള ഒരു രീതി ആയിരിക്കണം ബിഗ് ബോസ് ഇനി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെയായിരിക്കണം ലാലേട്ടൻ ആ ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ചയും കൂടി ആയിരിക്കും മിക്കതും ഉണ്ടാവുള്ളൂ പവർ ടീം എന്നുള്ള കൺസെപ്റ്റ്. അതായിരിക്കണം ലാലേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രേക്ഷകർക്കും അതേ അഭിപ്രായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു മാറ്റണം എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്.